സാസി. അപ്പോൾ നമ്മൾ ഇത്തിഹാദ് റെയിലിൻ്റെ പ്രീമിയം ഇപ്പോൾ വന്നത് നമ്മൾ കംഫർട്ടിലായിരുന്നു. ഇപ്പോൾ പ്രീമിയത്തിലെ ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ള നമുക്കറിയാം. നമ്മളിപ്പോൾ അബുദാബി സ്റ്റേഷനിൽ നിന്ന് ഫുജറയിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. അതാണ് അബുദാബിയിലെ സ്റ്റേഷൻ. അബുദാബിയിൽ നമ്മളെ മുസഫ ഷാബിയയിലാണ് സ്റ്റേഷൻ വരുന്നത്, MBZ. ഓക്കെ, ഫ്രീ പോപ്കോൺ, ഫ്രീ ബനാന കേക്ക്. ഇന്നലെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അത്ര ക്രൗഡൊന്നുമില്ല ഇവിടെ. ഇന്നലെ രാത്രി നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കുര്യൻ ചോക്ലേറ്റിൻ്റെ പാൻ കേക്ക് വാങ്ങി കഴിക്കാം. ഒക്കെ ഒന്ന് മേടിക്കാം. അതുപോലെ തന്നെ ഇവിടെ പോപ്കോണിൻ്റെ കൗണ്ടറുണ്ട്. പോപ്കോൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കുര്യൻ്റെ മാരക പോസിങ്ങുകളാണ്. പോസിങ് നമ്മൾ ഇമെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇമെയിൽ ത്രൂ സാധനം നമ്മൾ ഫോണിലോട്ട് സെൻഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ അവർക്ക് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റ് ഉണ്ട്. വിഗോ കുര്യൻ്റെ ഇന്നക്കത്തെ ഫോട്ടോ കിട്ടി. നമ്മൾ പ്രീമിയം ടിക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പ്രീമിയം ടിക്കറ്റ് എടുത്തിട്ട് വരുന്ന എല്ലാവരും ഇവിടെ ഒരു പ്രീമിയം ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചിൽ സ്നാക്സും കാര്യങ്ങളും വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് അവിടെ ഒരു മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അലൗഡ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് ജനറൽ ലോഞ്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ പ്രീമിയം ടിക്കറ്റ് എടുത്ത് വരുന്ന എല്ലാവരും ആ ലോഞ്ച് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ എത്തിയിട്ട് ആ ലോഞ്ച് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിൽ ദ സെർവിങ് ദോസ് ഓൾ തിങ്സ്. ഐ തിങ്ക് ഹാഫ് ഷോട്ട്. താങ്ക് യു. കുര്യനെന്തോ കാര്യമായിട്ടുള്ള ഡീലോ അകത്ത് കൊടുക്കണ്ടായിരുന്നു. എന്താ സാധനം? എന്താ ഹാഫ് ഷോട്ടോ? ഈ ലോഞ്ച് ഓക്കെ. കാണുന്നില്ല. I will do like this. അതെ പേടിയാ. ഈ കാണുന്നതാണ് പ്രീമിയം ലോഞ്ച്. അവിടെ നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മെയിൻ്റെനൻസ് ആയതുകൊണ്ട് അവിടെ ആക്സസ് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നോർമൽ ലോഞ്ചിലാണ്. അപ്പോൾ കോച്ച് ഫസ്റ്റ് കോച്ച് 2-1 ഫസ്റ്റ് കോച്ച്. നമ്മൾ ഡ്രൈവർ തൊട്ട് പുറകെ എഴുന്നിട്ടല്ലേ അപ്പോൾ പോകുമ്പോൾ This is the first coach. It's written here premium class. Going in. സീറ്റ് നമ്പർ ഒരു പ്രീമിയത്തിൻ്റെ സീറ്റിൻ്റെ ഒരു സിറ്റിംഗ് ആണത്. നമ്മൾ ലോഞ്ച് നമ്പർ 3 ഇതാണ് നമ്മുടെ സീറ്റായിട്ട് വരുന്നത്. ദ സെയിം വേ വി ക്യാൻ കീപ് ഏത് എങ്ങനത്തെ അങ്ങനെ ലെഗിൻ്റെ സൈഡിലായിരുന്നു. ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ. ഇതെന്തിനുള്ള യൂസ് ചെയ്യുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ടാബൊക്കെ വെക്കാനാടാ. ഫോൺ ഹോളോ? ഓക്കെ. ഹോൾഡർ അല്ലേ, ബാഗും കാര്യങ്ങളൊക്കെ. പ്രീമിയത്തിൽ വാഷ്റൂമിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സെയിം തന്നെയാണ്, സെയിം സിസ്റ്റം തന്നെയാണ് വാഷ്റൂം കേട്ടോ. ബെഡ് റെസ്റ്റൊക്കെ പ്രീമിയത്തിലൊരു ചേഞ്ചസ് ഉണ്ട്. കാരണം എന്താ പറയുക, ഈ സ്പേസൊക്കെ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട് വരും. അല്ല, ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ടൈം 6:39 വണ്ടി എടുത്ത്. ഇതാണ് ഏറ്റവും അടിപൊളിയാണ്. ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട് അല്ലേ. സി ഐ ക്യാൻ ഹോൾഡ് മൈ ബാഗ്സ് ഹിയർ. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്നും ഫുജറയിലോട്ടാണ് ഇപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് എ പ്രീമിയം ക്ലാസ്. സ്റ്റിൽ ഒരുപാട് സീറ്റ്സ് ബാക്കിയുണ്ടോ, പക്ഷേ ഇതൊക്കെ ബുക്ക്ഡാണ്, ഓൾറെഡി കാണിച്ചിരുന്നു.
ഇത്തവണ 2 എണ്ണം വാങ്ങിച്ചു. അതിന് 2. And here we having kava, Arabic coffee. Thank you. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് സീസാണല്ലേ, ജബർദസ്ത് സാധനം. ഈ കാവൻ്റെ കൂടെ ചോക്ലേറ്റും കൂടി ഇങ്ങോട്ട് കൂടുമ്പോഴല്ലോ സാധനം സത്യം പറയാം, വെറുതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയില്ല. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മെൽറ്റഡ് ചോക്ലേറ്റാണ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ, ഉള്ളിൽ മെൽറ്റായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റാണ്. അടിപൊളി സാധനം. ഒന്നത്തിൽ പിസ്താഷ്യോ, ഇന്നത്തിൽ ഡാർക്ക് ചോക്ലേറ്റും. അടിപൊളി സാധനം. ഇപ്പോൾ നമ്മൾ അബുദാബി സിറ്റി കിട്ടും. പക്ഷെ നമുക്കിപ്പോൾ ഇന്നേരത്തെ നമ്മൾ വന്ന ദിവസം നമുക്ക് ഡേ ടൈമാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഇന്ന് നൈറ്റ് ടൈമിലെ വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കിട്ടും. ഓക്കെ, ഉപ്സി ഒരു സിപ്പ് കാവടിക്കാം. അപ്പോൾ ഒരു ചെറിയ കയ്പ്പ് ഇങ്ങനെ വരും. ആ കയ്പ്പ് ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഈ ചോക്ലേറ്റ് എടുത്തിട്ട് അങ്ങനെ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്, അടിപൊളി ചോക്ലേറ്റാണ്. 2 പോട്ട് അവൈലബിളാണ്. 12 വോട്ട് DC ഉണ്ട് ഇവിടെ. ലാപ്ടോപ്പ് ചാർജ് അല്ലേ? ലാപ്ടോപ്പ് ചാർജ്. പിന്നെ C2C ആൻഡ് USB Type ചാർജർ. ഫോണൊക്കെ ചാർജ് ചെയ്യാം, യൂസ് ചെയ്യാം. എൻ്റെ ചോക്ലേറ്റ് ഒന്ന് കഴിഞ്ഞു, ഞാൻ ബാഗിൽ വെച്ചു. പ്രീമിയം ലോഞ്ചിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ദേഷ്യം നമ്മൾ ഇവിടെ തീർക്കും. കേക്ക് ഇനി വരില്ല, അടുത്ത് വരില്ല. പോയി വാങ്ങിക്കോടാ. കുര്യന് അപ്പുറത്ത് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കണമെന്നുള്ളത് നോക്കി കണ്ടെത്തുന്നത്. I want karak. Yeah. ഇതൊരു ആൽമണ്ട് കേക്കാണ്. ഓക്കെ, ഭയങ്കര സംഭവമില്ല, പക്ഷെ ഓക്കെ. കുര്യന് വേറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താ നോക്കട്ടെ കേട്ടോ. ല്ലേ, എന്താണത്? ചീസ് ബർഗർ. ഓപ്പൺ ചെയ്യടാ. ഇത് കുര്യ ചോദിച്ചു വാങ്ങിച്ചതാണ്. യു ക്യാൻ ആസ്ക് ഇഫ് യു വാണ്ട് എനിത്തിങ്. ഗൈസ്, ഇതിൻ്റെ പാക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിലെ പാളയില്ല, കവുങ്ങമ്പാള കൊണ്ട് ഉണ്ടാക്കിയ ഒരു നാച്ചുറൽ ഡിഫറൻസ്. എനിക്ക് ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഈ ചീസ് ബർഗർ. ഫ്രഷ് ടർക്കി ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടോ സോസേജ്, ലൈൻഡ് എഗ്, ഗ്രീൻ ബ്രെഡ് ഒക്കെ. പീസാണ് പീസ്. ഇതോട് ചായ സൂപ്പറാ. ഒരു ഡയറ്റ് മീൽ കൊള്ളാം. ഡയറ്റ് മീലാ, പക്ഷെ നമുക്ക് ഡയറ്റ് ഇല്ലാത്ത മീലാണ് വേണ്ടത്. കുര്യന് മണ്ടത്തരം പറ്റി. സെൻറ്ററത്തെ പീസ് കിട്ടണമെങ്കിൽ മുട്ട കിട്ടും. അത് ഇവന് അറിയില്ലായിരുന്നു. അവിടെയും ചാമ്പ്യാണ്. ചിപ്സായിട്ട് വന്നു. യു എയിലെ മെയിൻ ഹെയ് സ്റ്റോറേജ് ആ കാണുന്ന ഫുള്ള് ഹോഴ്സസ്. അതുപോലെ കംപ്ലീറ്റ് ഹെയ് സ്റ്റോറേജ് ആ കാണുന്ന ഫുള്ള്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ അരമണിക്കൂറായിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഇത്രക്ക് സർവീസ് ഇല്ല കേട്ടോ. ഇതിൽ കംഫർട്ടിൽ ഇത്രക്ക് സർവീസ് ഇല്ല, പക്ഷെ പ്രീമിയത്തിൽ സർവീസ് ഒന്നുകൂടി കൂടുതലാണ്. ഏതാ വ്യൂ നോക്കാം. സ്റ്റിൽ കീപ് മൂവിങ് ദ ട്രെയിൻ. എനിക്ക് രാത്രി ആവണം, കാരണം നമ്മൾ വന്നത് ഡേ ടൈമിലാണ്. ഇനി നൈറ്റിലെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് കിട്ടണം. ലോഡ് ചോക്ലേറ്റ്. സാധാരണ ഇത് ഒരു പാസഞ്ചറിന് ഒന്നേ കൊടുക്കുള്ളൂ. പക്ഷേ ഇതാണ് യു ക്യാൻ ആസ്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ ആസ്ക്. കുര്യൻ്റെ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ട്. പക്ഷേ
കുര്യന് ഏതോ ഒരു പാട്ടിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ കാലൊക്കെ പുറത്തേക്ക് ഇട്ടിരിക്കായിരുന്നില്ലേ. ഓക്കെ, പ്രീമിയം നമ്മളെ ആ ഒരു സൈഡ് ഇവിടെ നിന്ന് വാഷ്റൂം ഇവിടെ വരുന്നു. വാഷ്റൂം ഫീമെയിലും മെയിലൊക്കെ ഒറ്റ ഒന്നുള്ളൂ കേട്ടോ. പ്രശസ്ത മോഡലിന് ഫോട്ടോഷൂട്ട് എടുത്തു കൊടുത്ത് അല്ലേ, എന്തൊക്കെ ചെയ്ത്. ആ വേണ്ട വേണ്ട, എന്താ ചെയ്യുക. കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയിലായിരുന്നു. ഇവിടെ വന്ന് 2 അറബ്സിൻ്റെ ഇടയിലുള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെ മാതിരിയുള്ള ലൊട്ടകളുടെ ഇൻഫ്ലുവൻസറല്ല, അങ്ങനത്തെ 2 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ എടുത്തു കൊടുത്ത്. ആ ഫോട്ടോസൊക്കെ ഇനി പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെ, നീ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത്. എല്ലാ വലയിലും നീയാണ് കൊണ്ടുപോയിടാറ്. അതെ, തീർച്ചയായിട്ടും. കഴിച്ച് തള്ളിയ ചോക്ലേറ്റ് നിസ്സാരക്കാരനല്ല. 7 സ്പൈസസ്, അറബിക് കോഫി, ഡേറ്റ്സ് ആൻഡ് കാരമൽ. നമ്മൾ ഇത്ര നേരം ഇതുണ്ടല്ലോ മൊത്തം വെറുതെ കഴിച്ചു. പക്ഷെ എന്താണെന്നൊന്നും എല്ലാം മനസ്സിലായി. ഇപ്പോൾ നൈറ്റിലെ വ്യൂ ഇങ്ങനെ വരൽ തുടങ്ങി. എടുക്കടാ, അടിപൊളിയാണ്. രാത്രി 8:30 മണി ടൈമായിക്കിടും. കൂളിംഗ് ഗ്ലാസ് ഇതുവരെ പോലും ചെയ്യാം. രാത്രി ആയിക്കിടും, കൂളിംഗ് ഗ്ലാസ് പോലിട്ടൊരു പരിപാടിയില്ല. ഇപ്പോഴൊരു ട്രെയിൻ പോണ ഒരു ഫീൽ കിട്ടും. നല്ല ഒച്ചയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഫോണൊക്കെ അടിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കുരിയ രാത്രി രാവിലെ എന്ന് ചോദിച്ചാൽ ജേത സജസ്റ്റ് ചെയ്യുക, രാത്രി പോകുന്നതാണോ രാവിലെ പോകുന്നതാണോ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും നൈറ്റ് എടുക്കരുത്. ഇപ്പം ഓക്കെ, മോർണിംഗിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയിട്ട് ടയർഡായിട്ട് വരുന്നവർക്ക് ഈവനിങ് റെസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വരാം. പക്ഷെ അതല്ലാണ്ട് റൈഡ് എൻജോയ് ചെയ്യാൻ പോകുന്നവർക്ക് എപ്പോഴും മോർണിംഗ് ആയിരിക്കും ബെറ്റർ. കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. Use the bins provided for any waste. When leaving the train, please take care when stepping onto the platform and mind the space between the train and the platform. Fujairah, almost 1 minute train, 1-2 minutes will be reaching Fujairah. കുര്യം കണ്ടുപിടിച്ച് അവസാനം. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് ഫുജേറയിലെത്തി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പ്രീമിയത്തിൻ്റെയും സ്റ്റാൻഡേർഡിൻ്റെയും കംഫർട്ടിൻ്റെയും സീറ്റിംഗ് ഓൾമോസ്റ്റ് ഒക്കെ സെയിമാണ്, ചെറിയൊരു മാറ്റങ്ങൾ. അങ്ങനെ 14-17 അതുപോലെ തന്നെ 15-16 13 12 ഈ ഒരു സീറ്റ് അറേഞ്ച് ഫേസ് ടു ഫേസ് ആയിരുന്നു കേട്ടോ. ഇത്ര സാധനം ബുക്ക് ചെയ്ത് നോക്കിക്കോളാം. 14-17 15-16 12 13. We're going to get down in Fujairah. Laundry. അങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളാം. കുര്യന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇതോ നാട്ടിലെ ട്രെയിന് പോലെ പാലം മുറിച്ചടക്കാൻ എന്തെല്ലാം പ്ലാൻ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ എൻജിൻ വരുന്നു ഇവിടെ നിന്ന്. ഇവിടെ തന്നെ എൻജിൻ വരുന്നു. എൻജിൻ്റെ ഒച്ചയാണ് കക്ക കക്ക കക്ക. അപ്പോൾ നമ്മൾ ഫുജേറയിലോട്ട് ലാൻഡായി. ഇരുന്നോടത്ത് തന്നെ റെൻ്റേ കാറ് കാര്യങ്ങൾ, കോട്ടൺ ക്യാൻഡി, ഐ തിങ്ക് ഫുജേറ സ്റ്റേഷനിലെത്തി. പക്ഷേ അബുദാബി സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഫുജേറ സ്റ്റേഷൻ എന്താ പറയുക, ചെറുതാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നവർ ഏത് എടുത്ത് പോകണം, അതായത് കംഫർട്ട് എടുത്ത് പോകുന്നതാണോ പ്രീമിയം എടുത്ത് പോകുന്നതാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 120 ദിർഹംസ് കൊടുത്ത് പോകുന്ന പ്രീമിയത്തിലും അതേപോലെ തന്നെ 55 കൊടുത്ത് പോകുന്ന കംഫർട്ടിലും ഓൾമോസ്റ്റ് സെയിം സർവീസാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കംഫർട്ടിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പ്രീമിയത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കംഫർട്ടിൽ കൊടുക്കുന്നുണ്ട്. അത് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ടാവും എന്നാണ് കരുതുന്നത്. എത്ര ടൈം ഉണ്ടാവും എന്നറിയില്ല.
പിന്നെ അതുപോലെ തന്നെ പ്രീമിയത്തിലാകെ വരുന്ന ഒരു ലോഞ്ച് ഉണ്ട്. അതായത് പ്രീമിയത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിലൊക്കെ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ പ്രീമിയത്തിന് ലോഞ്ച് ഉണ്ട്, ഒരു പ്രീമിയം ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചിൽ നമുക്ക് സ്നാക്സ് കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഒന്ന് നേരത്തെ പോകുകയാണെന്നുണ്ടെങ്കിൽ. ബാക്കി പ്രീമിയം കംഫർട്ടൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ സീറ്റിങ്ങിലുള്ള ചെറിയ ചേഞ്ചസ്, പിന്നെ ഒന്നും കൂടി പ്രയോറിറ്റി കൂടും. പ്രീമിയം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോറിറ്റി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിവേ, പിന്നെ ഡേ ടൈം വേണോ നൈറ്റ് ടൈം വേണോ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ സജസ്റ്റ് യു ദാറ്റ് ചൂസ് ഡേ ടൈം. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ച് പോവുക. നൈറ്റ് ടൈം ഇറ്റ്സ് ഓക്കെ, ബട്ട് എന്താ പറയുക, അത്രയ്ക്ക് നിങ്ങൾക്ക് കാഴ്ചകളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എനിവേ കൂടുതൽ അപ്ഡേഷൻസിനൊക്കെ ആയിട്ട് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ, ബായ്.